ദിലീപിന്റെ കേസിന്റെ വിധി വരാൻ വേണ്ടിയിട്ട് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് മണിക്കൂറുകൾ എന്ന് വേണമെങ്കിൽ പറയാം, മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. അപ്പൊ ദിലീപിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കും പറയാനുണ്ട്. കാരണം എന്താ വെച്ചാൽ ദിലീപ് നല്ലൊരു മനുഷ്യനാണോ, അല്ലെങ്കിൽ ദിലീപ് വന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത്. അതായത് ദിലീപ് ഒരു നല്ല മനുഷ്യനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അദ്ദേഹം മനുഷ്യനായിട്ട് പലപ്പോഴും അഭിനയിക്കുകയായിരുന്നു എന്ന് ഞാൻ പറയും. അതിന്റെ ഉത്തമ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരുടെ വിവാഹ ജീവിതം തന്നെയാണ്. അതായത് അങ്ങേര് പലരെയും വിവാഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ കാവ്യാമാധവന് വിവാഹം ചെയ്തു, അത് പിന്നെന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യർ വിവാഹം ചെയ്തു. അതിന് മുന്നേ അങ്ങേര് ഒരു വിവാഹം ചെയ്തു എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്, നമുക്ക് തെളിവൊന്നുമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു വിവാഹ ജീവിതം തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ഒരു പരാജയം തന്നെയായിരുന്നു. പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങേരുടെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ഇങ്ങനെ ഒരു നല്ല മനുഷ്യനാണോ അല്ലെങ്കിൽ നല്ല കുടുംബനാഥനാണോ എന്നൊന്നും വിലയിരുത്തുക സാധ്യമല്ല. അങ്ങേരതിൽ പരാജിതം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. അങ്ങേർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ആൾക്കാരുടെ കൂടെ ജീവിക്കണം എന്നുള്ളത് അങ്ങയുടെ ആഗ്രഹം മാത്രമാണ്. ഒരു പക്ഷേ ഇപ്പോഴും വിവാദങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും കാവ്യാമാധവനുമായിട്ടും അദ്ദേഹം ബന്ധം പിരിഞ്ഞിട്ടുണ്ടാകാം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതായത് അങ്ങേർക്ക് അത്രയും കുടുംബ ബന്ധങ്ങൾക്ക് അത്ര മാത്രമേ അങ്ങേര് വില കൽപ്പിക്കുന്നുള്ളൂ എന്ന് കരുതിയിട്ട് അങ്ങേര് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോഴങ്ങേർക്ക് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് എത്ര കോടികൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ചെറിയൊരു കാര്യം മതി നമ്മൾ താഴേക്ക് വീഴാൻ വേണ്ടിയിട്ട്. എല്ലാവരും പറയുന്നുണ്ട് ദിലീപ് നിരപരാധിയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളെല്ലാം വിശ്വസിക്കുന്ന നമ്മുടെ നിയമവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെയാണ് ദിലീപ് ശരിക്കും പറഞ്ഞ അയാളുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇപ്പോഴും നമുക്കൊന്നും പറയാൻ കഴിയില്ല, നമുക്ക് ഒരാൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ദിലീപിന്റെ പഴയകാല ചരിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ജീവിത രീതികൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹം ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എത്തും പിടിയില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദിലീപ് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സിനിമാ താരങ്ങൾ പല ആൾക്കാരും ഉണ്ട്. അവരൊക്കെ വിവാഹം കഴിച്ച് വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ നിവിൻ പോളി എന്ന് പറയുന്ന ഒരു നടനെതിരെ ഒരു പ്രശ്നം വന്നപ്പോഴേ അയാൾ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ട് നിന്നു. ഞാൻ ആ സമയത്ത് പോയിട്ടില്ല. അയാളുടെ കുടുംബം മുഴുവൻ നിന്നു, നാട്ടുകാർ മുഴുവൻ നിന്നു, പ്രേക്ഷകർ മുഴുവൻ നിന്നു. എന്തുകൊണ്ടാ? നിവിൻ പോളി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അങ്ങനെ പോകത്തില്ല. അത് തന്നെ പ്രേക്ഷകരുടെ ഒരു വലിയൊരു പിന്തുണ തന്നെയാണ്. പക്ഷേ ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാള് ആദ്യം വിവാഹം ചെയ്തു, പിന്നീട് മഞ്ജു വാര്യർ വിവാഹം ചെയ്തു, മഞ്ജു വാര്യറുമായിട്ട് ഒരുപാട് പ്രശ്നമുണ്ടാകുന്നു. പിന്നീട് കാവ്യാമാധവന്റെ വിവാഹം കഴിച്ചു പോയ കാവ്യാമാധവന്റെ ആ കുടുംബത്തിൽ കയറി പ്രശ്നമുണ്ടാക്കി, കാവ്യാമാധവനെ ഡിവോഴ്സ് ചെയ്യിപ്പിച്ചു, പിന്നീട് കാവ്യാമാധവനെ വിവാഹം ചെയ്തു. ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ദിലീപിന്റെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് ദിലീപ് കൃത്യമായിട്ടും ക്ലിയർ ആണെന്ന് പറയാൻ കഴിയില്ല എന്നോ എനിക്ക് പറയാനുള്ളത്. ദിലീപിന് നല്ലൊരു നടനാണ്, ഒരുപാട് ആരാധകരുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ദിലീപിന് ഏറ്റവും കൂടുതൽ ഫൗള് പറ്റിയിരിക്കുന്ന ഈ കുടുംബജീവിതത്തിൽ തന്നെയാണ്. അതായത് മഞ്ജു വാര്യറുമായിട്ട് എന്താ പറയുക, മഞ്ജു വാര്യറുമായിട്ടുള്ള ഒരു കുടുംബജീവിതമാണെങ്കിൽ ദിലീപ് ഇന്ന് ഈ ഗതി ദിലീപിന് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കാവ്യാമാധവന്റെ ജീവിതവും ഇത്രത്തോളം സങ്കീർണമാവില്ലായിരുന്നു. ഇപ്പോൾ കാവ്യാമാധവന് എന്ത് സുഖമാണുള്ളത്. കാവ്യാമാധവനെ ആദ്യം കല്യാണം കഴിച്ച നിശാൽ ചന്ദ്ര എന്ന് പറയുന്ന വ്യക്തി വളരെ സുഖമായിട്ട് അയാൾ വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുമ്പോഴേ കാവ്യാമാധവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അതിനെ ശിക്ഷയാണോ അനുഭവിക്കുന്നത് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. അതായത് കാവ്യാമാധവൻ ഇന്ന് ആ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചു അന്ന് മുതൽ ഇവിടെ സമാധാനം പോയിരുന്നു. ഇങ്ങനെ ജയിലിലായി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കാവ്യക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പലതും ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദിലീപ് ഒരു വലിയ മണ്ടനാണെന്നേ ഞാൻ പറയുള്ളൂ. അതായത് ഏറ്റവും വലിയൊരു മണ്ടനാണ് അങ്ങേര്. ഇത്രയും സ്വാധീനം, ഇത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു നടനായിട്ട് അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം വലിയൊരു മണ്ടനായതുകൊണ്ടാണ്. എന്നാൽ ദിലീപ് ചെയ്തിട്ടില്ല, എന്നെ പ്രതിയാക്കിയതാണ് എന്നൊക്കെ പറയുമ്പോഴും ചില കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോഴും നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അതായത് ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് കാവ്യാമാധവന്റെ പേര് അടിച്ചു വെച്ചു എന്ന് പറയുന്നത് അതൊക്കെ നേരാണോ എന്നറിയില്ല. എടുത്തൊരു പ്രധാന മാധ്യമത്തിൽ ഏഷ്യാനെറ്റിലൊക്കെ വന്ന വാർത്തയത്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോഴേ അങ്ങേരുടെ ആ ഒരു കാര്യങ്ങൾ നോക്കുമ്പോൾ അങ്ങേര് ശരിക്കും ക്ലിയർ ആണോ, അങ്ങേരുടെ ഉള്ളിൽ ഒരു ചെറിയൊരു കുറുക്കനില്ലേ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. അതായത് മഞ്ജു വാര്യർ ഇങ്ങനെ കല്യാണം കഴിച്ചത് വേറെ ആരും കല്യാണം കഴിക്കരുത് എന്ന് ആലോചിച്ചുകൊണ്ടാണ്, അല്ലാതെ വേറെയൊന്നുമല്ല. വേറെ ആരും മഞ്ജു വാര്യർ കല്യാണം കഴിക്കാൻ പാടില്ല, എനിക്ക് തന്നെ കിട്ടണം. അതുപോലെ തന്നെയാണ് കാവ്യാമാധവന്റെ അടുത്തും. കാവ്യാമാധവനെ വേറെ ആരും കല്യാണം കഴിക്കാൻ പാടില്ല, കാവ്യാമാധവനെ എനിക്ക് തന്നെ കിട്ടണം. അപ്പോൾ എല്ലാവരും ചോദിക്കും, അയ്യോ പല്ലിശ്ശേരി എഴുതിയതൊക്കെ ശരിയായിരുന്നു. ഒരു കാര്യം ഞാൻ പറയും, ഒരു പല്ലിശ്ശേരി ഇല്ല ഇവിടെ. ഇവിടെ എന്ന് പറഞ്ഞാൽ പല്ലിശ്ശേരി എന്ന് പറയുന്ന ഒരു പുകമറ മാത്രമാണ്. അങ്ങേരെ കൊണ്ട് എഴുതിക്കുന്നതായിരിക്കുമല്ലോ.
അതായത് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവും പിന്നെ അതുപോലെ പോസിറ്റീവും കിട്ടുമ്പോഴാണ് നമ്മൾ വളരുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങേരെ തന്നെ പറ്റിയിട്ട് ചിലപ്പോൾ നെഗറ്റീവ് എഴുതാൻ വേണ്ടി ആരെങ്കിലും ശർത്തം കെട്ടിയിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോസിപ്പുകൾ, ഒരു നടനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ സുന്ദരിയായ നടികളുമായിട്ട് ഗോസിപ്പ് ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ അതൊരു സുഖമുള്ള പരിപാടിയാണ്. പക്ഷെ ഇന്നൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ തന്നെ മോന്തയുടെ ഷേപ്പ് മാറിപ്പോകും. പണ്ട് കാലത്ത് ഇങ്ങനെ കേൾക്കുമ്പോൾ അയ്യോ അതാണോ, അത് കേൾക്കുമ്പോഴേ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല, അവരിത് ശരിക്കും ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പല നടിമാരെ പറ്റിയിട്ടും പല നടന്മാരെ ഒന്ന് ഗോസിപ്പ് ഉണ്ടാക്കി തരൂ മകനെ എന്ന് പറഞ്ഞിട്ട് സമീപിക്കാർ വരെ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ദിലീപ് പറയുന്ന പോലെ ഗോസിപ്പ് വന്നതുകൊണ്ടൊന്നുമല്ല കാവ്യാമാധവനെ കെട്ടിയത്. കാവ്യാമാധവനെ കല്യാണം കഴിച്ചത് കാവ്യാമാധവൻ വേറെ ആരുടെയും ഭാര്യ ആകരുത്. അതുപോലെ തന്നെ ഈ മഞ്ജു വാര്യരെ കല്യാണം കഴിച്ചത് മഞ്ജു വാര്യർ വേറെ ആരെയും ഭാര്യ ആകരുത്. അതുകൊണ്ട് തന്നെയാണ് മലയാളികളിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിയായിട്ട് കണക്കുകൂട്ടുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ്, ഒന്ന് കാവ്യാമാധവനും അതുപോലെ തന്നെ ഒന്ന് മഞ്ജു വാര്യറും. ഈ രണ്ട് പേരെയും എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഒരു അംഗമായിട്ടാണ് നമ്മൾ എല്ലാവരും മലയാളികളായ പ്രേക്ഷകർ മുഴുവൻ കാണുന്നത്. ആ ഒരു സ്ഥലത്ത് നിന്നാണ് ഇതെന്നാൽ അങ്ങനെ കാണണ്ട, നിങ്ങൾ ഇത് എനിക്ക് അവകാശപ്പെട്ടാണെന്ന് പറഞ്ഞ് മഞ്ജു വാര്യരെയും അതുപോലെ കാവ്യാമാധവനെയും സ്വന്തമാക്കിയത് ദിലീപ്. നേരെ മറിച്ച് ദിലീപിന് അങ്ങനെ ഒരു ചിന്തയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ മഞ്ജു വാര്യർ പോയതിന് ശേഷം അങ്ങേര് എന്താണ് ചെയ്യുക? അങ്ങേര് സ്വന്തമായി ജീവിക്കുകയാണ് ചെയ്യുക. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇതൊക്കെ ഈ ഒരു സ്റ്റോറി ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ ബിജു നാരായണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ എനിക്ക് കാണാനിടയായി. അതായത് ഒരു ന്യൂസ്, അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ച് 6 വർഷമായി. ഒരുപാട് ആലോചനകൾ വരുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അയാൾക്ക് മറക്കാൻ കഴിയുന്നില്ല എന്നാണ് ആ മനുഷ്യൻ പറയുന്നത്. പക്ഷേ ദിലീപിനെ പോലെയുള്ള ആൾക്ക് ഇപ്പോൾ കാവ്യാമാധവനെ തന്നെ കെട്ടണം, അല്ലെങ്കിൽ കാവ്യാമാധവനുമായിട്ട് ഗോസിപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങളെല്ലാവരും എന്നെ കല്യാണം കഴിപ്പിച്ചു എന്നാണ് ദിലീപ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. അതല്ലായിരുന്നോ കാവ്യാമാധവനുമായിട്ട് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ ഈ മഞ്ജു വാര്യർ ഇരുന്ന് പണങ്ങി പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദിലീപിന്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ദിലീപ് തന്നെയാണ് വില്ലൻ എന്ന് ഞാൻ പറയുള്ളൂ. അയാളുടെ സ്വഭാവങ്ങളും അയാളുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അയാൾ അഭിനയിക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൈസ മുടക്കിയിട്ട് അയാൾക്ക് അയാളുടെ എല്ലാവരെയും അയാൾ വശത്താക്കും. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ കൂറുമാറിയ സാക്ഷികളായാലും മറ്റു പലരായി കഴിഞ്ഞാലും ഇദ്ദേഹം ഒരുപാട് ചാൻസുകൾ കൊടുത്തവരാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ചാൻസുകൾ കൊടുക്കുന്നവർ മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പൈസ എറിഞ്ഞിട്ട് അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് അവസരങ്ങൾ കൊടുത്തിട്ട് എല്ലാവരെയും വശത്താക്കി വെക്കുകയും അതിലൂടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനും ആൾക്കാരുണ്ട് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുകയാണ് ഈ ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അയാൾ ക്ലിയർ അല്ല. മുഴുവനായി നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാളുടെ കഴിഞ്ഞകാല ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അയാൾ കുടുംബങ്ങൾ തകർത്തിട്ടുണ്ട്. ആ തകർത്തതിൻ്റെയൊക്കെ ശാപമായിരിക്കാം ഇപ്പോഴേ അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.